Hi friends, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ ഫോർഡ് ഫിഗോന്റെ കൂളിംഗ് ഓയിൽ എങ്ങനെ മാറ്റി വെക്കാം. അതാണ് ഇന്ന് ഞാൻ വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഡാഷ്ബോർഡ് അഴിക്കണമൊന്നും കാണിക്കില്ല. ഡാഷ്ബോർഡ് അഴിക്കണമൊക്കെ വീഡിയോ ഓരോ ഭാഗങ്ങൾ ഏതൊക്കെ ഭാഗങ്ങൾ അഴിക്കേണ്ടതെന്നുള്ള വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം, ഒപ്പം എൻ്റെ സ്ക്രീനിലും കൊടുത്തേക്കാം. ആ വീഡിയോ ഒന്ന് കാണാത്തവരും കാണാം. അപ്പോൾ ഇന്ന് ഞാൻ പുതിയ കൂളിംഗ് ഓയിൽ എങ്ങനെ ഫിറ്റ് ചെയ്യാം, അതായത് ഇവാപറേറ്റർ എങ്ങനെ ഈ അസംബ്ലിയിലേക്ക് ഫിറ്റ് ചെയ്ത് വെക്കാനുള്ള വീഡിയോ മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തേക്കാണ് നമ്മൾ കൂളിംഗ് ഓയിൽ ഫിറ്റ് ചെയ്യേണ്ടത്. പുതിയ കൂളിംഗ് ഓയിൽ മേടിച്ചിട്ടുണ്ട്. അത് നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വയ്ക്കാം. അപ്പോൾ ഒരു സ്ലോട്ട് ഉണ്ടായിരിക്കും. ആ കറക്റ്റ് സ്ലോട്ടിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അത് ഉള്ളിലേക്ക് പോയിരുന്നോളും. ആ സ്ലോട്ട് കറക്റ്റ് ആയിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ആ പൈപ്പ് അവിടെ എത്തില്ല, എക്സ്പാൻഷൻ വാളിൻ്റെ അവിടേക്ക് എത്തില്ല. അപ്പോൾ ആ കറക്റ്റ് ആ സ്ലോട്ടിലേക്ക് തന്നെ ഇറക്കി വയ്ക്കുക. പുതിയ കൂളിംഗ് ഓയിലാണിത്, ഫോർഡ് ഫിഗോൻ്റെ. ഇതിന് ഏകദേശം 3,100 സംതിങ് രൂപ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ സ്ലോട്ടിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് കൂളിംഗ് ഓയിൽ. ഇനി എക്സ്പാൻഷൻ വാൽവിലേക്ക് ഇത് കണക്ട് ചെയ്തിട്ട് ബോൾട്ട് ഉണ്ട്, അല്ലെങ്കിൽ ബോൾട്ടാണ്. ആ അല്ലെങ്കിൽ ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്യണം. അപ്പോൾ കറക്റ്റ് സ്ലോട്ടിലേക്ക് ഇറങ്ങാത്തതുകൊണ്ടാണ് രണ്ടാമത് നമ്മൾ എടുത്തിട്ട് കറക്റ്റ് സ്ലോട്ടിലേക്ക് ഇറക്കിയിട്ടുണ്ട്. കറക്റ്റ് സ്ലോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. എക്സ്പാൻഷൻ വാൽവിലേക്ക് കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി ബോൾട്ട് ഇട്ടിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. രണ്ട് അല്ലെങ്കിൽ ബോൾട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. അത് ഒരേപോലെ ടൈറ്റ് ചെയ്യണം. ഒരെണ്ണം ആദ്യം ടൈറ്റ് ചെയ്ത് രണ്ടും ഒരേപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം. രണ്ട് ബോൾട്ടും ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കൂളിംഗ് ഓയിൽ ലീക്കായിട്ടാണ് ഇത് മാറുന്നത്. രണ്ട് ബോൾട്ട് ഏകദേശം ടൈറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ രണ്ട് ബോൾട്ടും ടൈറ്റ്. ഇനി നമുക്ക് ബാക്കിലെ കവർ ഫിറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ മുന്നേ തെർമസ്റ്റർ ഇതിനകത്തേക്ക് ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ തെർമസ്റ്റർ. അത് ജസ്റ്റ് ആ വിങ്സിലേക്ക് തള്ളി വെച്ചാൽ മതി. അപ്പോൾ തെർമസ്റ്റർ ഫിൻസിലേക്ക് തള്ളി കയറ്റിയിട്ടുണ്ട്. അടുത്തത് ആ ബാക്കിലെ കവറ് ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് ബാക്കിലെ കവറ്. അതും കറക്റ്റ് സ്ലോട്ടുണ്ട്. ആ സ്ലോട്ടിലൂടെ ഇറക്കി കഴിഞ്ഞാൽ കറക്റ്റ് സീറ്റിംഗ് ആയിരിക്കും. രണ്ട് സൈഡിലും സ്റ്റഡി ഉണ്ടായിരിക്കും കേട്ടോ. ആ സ്റ്റഡി കറക്റ്റായിട്ട് അതിലേക്ക് വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ മതി. അപ്പോൾ ബാക്കിൽ കവറ് ഫിറ്റായിട്ടുണ്ട്. ഇനി അതിൻ്റെ സ്ക്രൂ ഫിറ്റ് ചെയ്യണം. ഒരു 4 സ്ക്രൂ ഉണ്ടായിരിക്കും. എന്താ മുകളിലൊരു സ്ക്രൂ ഉണ്ട്. അടിഭാഗത്ത് ഒരു സ്ക്രൂ വരുന്നുണ്ട്, 2 സ്ക്രൂ വരുന്നുണ്ട്. അടുത്ത സ്ക്രൂ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുകളിലൊരു സ്ക്രൂ ഉണ്ട്. അതിൻ്റെ സെൻറ്ററിൽ സ്ക്രൂ വരുന്നുണ്ട്. മൊത്തം 5 സ്ക്രൂ ആണ്. ഇനി ആ സ്ക്രൂ എല്ലാം ടൈറ്റ് ചെയ്തിട്ട് ഇനി ഒരു കവറും കൂടി ഉണ്ട്. ആ കവർ ഫിറ്റ് ചെയ്യണം.
അപ്പോൾ അതിന് മുന്നേ ഇവിടെ തെർമസിൻ്റെ കപ്ലർ ഊരിയിട്ടുണ്ടായിരിക്കും, അപ്പോൾ അത് കൊടുക്കാൻ മറക്കരുത്. ആ സോക്കറ്റ് ഫിറ്റ് ചെയ്യാം. അതിന് ശേഷം ഇനി ബാക്കിലൊരു കവറും കൂടി ഉണ്ട്, ആ കവർ ഫിറ്റ് ചെയ്യാം നമുക്ക്. അത് ബാക്കിലെ കവർ ഇതാണ്. അപ്പോൾ അതിൻ്റെ സ്ക്രൂ ഫിറ്റ് ചെയ്യാം. അതിൻ്റെ ഒരു 3 സ്ക്രൂ ഉണ്ടായിരിക്കും. സെൻറ്ററിൽ സ്ക്രൂ, സൈഡിൽ സ്ക്രൂ ഉണ്ട്. മൂന്ന് സ്ക്രൂ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് അടിയിൽ ക്ലിപ്പ് ഇടാണ്ട്, 2 ക്ലിപ്പ് ഇടാണ്ട്. അപ്പോൾ അടിഭാഗത്ത് ക്ലിപ്പ് ഇടുമ്പോൾ അത് ഒരു കൈ കൊണ്ട് വെച്ചിട്ട് ഒരു -1 വെച്ചിട്ട് തള്ളി കഴിയും, അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് കൈ കൊണ്ട് അമർത്താൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഭാഗം കയറ്റി വെച്ചിട്ട് ഒരു കണക്ടറോ മൈനസ് എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് താഴെ നിന്ന് തള്ളി കൊടുത്താൽ മതി. അപ്പോൾ അടിഭാഗത്തെ ക്ലിപ്പ് ഇട്ടുണ്ട്. ഇനി സൈഡിലും ഉണ്ട് ഇതേപോലെ 2 ക്ലിപ്പ്. ആ ക്ലിപ്പ് ഓക്കെ. നേരെ അതിൻ്റെ മുകളിലും ഉണ്ടാവും ഒരു ക്ലിപ്പ്. പിന്നെ അപ്പുറത്തെ സൈഡും ഉണ്ട് ഒരു ക്ലിപ്പ്. അപ്പോൾ കവറിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത് നമുക്ക് ഇതിൻ്റെ AC ഫിൽറ്റർ ഫിറ്റ് ചെയ്യണം. അടുത്ത് നമ്മൾ AC ഫിൽറ്ററാണ് ഫിറ്റ് ചെയ്യുന്നത്. AC ഫിൽറ്റർ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ കവർ എടുക്കുക. അതിന് ഒരു 4 സ്ക്രൂ ഉണ്ടായിരിക്കും. ആ 4 സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫോർഡ് ഫിഗോൻ്റെ കൂളിംഗ് ഓയിൽ നമുക്ക് മാറ്റി വയ്ക്കാനുള്ളത്. ബാക്കി ഡാഷ്ബോർഡ് അയക്കേണ്ടതുണ്ട്, അതൊന്നും ഞാൻ അതിൽ കാണിച്ചില്ല. കൂളിംഗ് ഓയിൽ മാറ്റേണ്ട വിധം മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ആ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത്.